ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോഴിവിടെ കാണുന്നത് ചില ആൾക്കാർക്കൊക്കെ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ്. അതായത് ഒരുപക്ഷെ അവരുടെ സങ്കടങ്ങളോ വിഷമങ്ങളോ കാരണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീത്ത സ്വപ്നങ്ങൾ കണ്ട് എഴുന്നേറ്റിരുന്ന് കരയുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു സാഹചര്യത്തെ ഓർത്തിട്ട് അവർ ഒരുപാടായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് സങ്കടപ്പെടുന്നു, തളർന്നിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നു. ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ദുഃഖം അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് 2-3 മണിക്കൊക്കെ ഉറക്കമില്ലാത്തതായിട്ട് കാണുന്നു. ചിലപ്പോൾ അവര് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതാകാം, അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്നതാകാം. അതായത് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും, ഒരുപക്ഷെ മാനസികമായിട്ടായിരിക്കും കൂടുതലും, അങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ഒരു സമയത്ത് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം. കാരണം നമുക്ക് ഒരു സങ്കടം വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ നെഗറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിട്ടാകാം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡിവൈൻ എനർജിയെ കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ, അതായത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പവർ, അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് സ്വയം തോന്നുമല്ലോ ചില സമയത്തെങ്കിലും. അങ്ങനെയുള്ള ആ ഒരു പവർ ഇപ്പോഴും നിങ്ങൾക്ക് നല്ലതായിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒട്ടും സ്ട്രോങ് അല്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഗൈഡൻസ് തരാനായിട്ട് ഒരു ഗൈഡൻസും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗൈഡൻസ് തരാൻ നിങ്ങളുടെ ചുറ്റും ആരുമില്ല. ആ ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോടൊക്കെയോ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അതുപോലെ ഇവര് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് സ്വന്തമായിട്ട് കുറെ ഒറ്റപ്പെടല്, അതുപോലെ ഒരു സപ്പോർട്ടില്ല, അതുപോലെ ഒരു കെയർ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ആരോ ഒരാള് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സഫോക്കേഷൻ, അല്ലെങ്കിൽ ഒരു വീർപ്പ് മുട്ടൽ, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. ആരൊക്കെയോ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെ ഇതൊക്കെ ഓർത്തിട്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് പാനിക് അറ്റാക്ക് പോലുള്ള, അല്ലെങ്കിൽ ആങ്സൈറ്റി, അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയോ നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്ന എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞത് ഓർത്തിട്ടായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ടാകാം. എന്ത് തന്നെ ആയാലും നിങ്ങളൊന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് തന്നെ ഡിവൈൻ പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കാരണം മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പവറിനെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടാവുകയാണെങ്കിലും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും അത് നടക്കേണ്ടതായിരുന്നു. അത് നിങ്ങൾക്ക് ഓരോ ലെസൺസ്, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് കരുതി മുന്നോട്ട് പോവുക. അത് ഇനി ഓർക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആക്കും തോറുമാണ് നമുക്ക് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് സമാധാനം കിട്ടുന്നതും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സമാധാനം കിട്ടുന്നതാണല്ലോ, നമ്മൾ തന്നെയാണ് നമ്മളെ ആദ്യം നോക്കേണ്ടത്. അല്ലാതെ നമ്മളെ സ്നേഹിക്കും പോലെ മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കുമെന്ന് ഒരിക്കലും കരുതരുത്. കാരണം നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് എനർജി നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മുടെ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും എന്ത് തന്നെ ആയാലും അതുവഴി നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതായത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ കുറിച്ച് ഓർത്തിട്ട് പേടി ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അതുപോലെ ആങ്സൈറ്റി കാണുന്നു. അതുപോലെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ചില ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു സന്തോഷമില്ലായ്മ കാണുന്നു. അതുപോലെ ഗിൽറ്റി ഫീലിംഗ്, അതുപോലെ റിഗ്രറ്റ്, എന്തൊക്കെയോ ചെയ്തതിലുള്ള ഒരു നഷ്ടബോധം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ ചിലർക്കൊക്കെ നിങ്ങളുടെ പാസ്റ്റിൽ പോയി എല്ലാം
ചേഞ്ച് ചെയ്യാൻ ഒക്കെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ നെഗറ്റീവ് ചിന്തകൾ കാരണമാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഡിവൈൻ എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനോ പറ്റാത്തത്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ ആ ഒരു ദൈവിക ശക്തി നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇപ്പോഴുണ്ടായ എല്ലാ പ്രശ്നങ്ങളും അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ശരിയാക്കുന്നത് വഴി അത് നേരെയാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴ് നിങ്ങളുടെ പ്രോബ്ലം അതൊരു പ്രോബ്ലം തന്നെയാണ്, അതല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു പ്രോബ്ലം കൂടുതലും ആവുന്നതിന്റെ കാരണം നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ ചിന്തിച്ച് ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ പേടിയുമാണ് നിങ്ങളുടെ ഈ ഒരു സാഹചര്യം കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഹാപ്പി അല്ല, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. ഒരുപാട് വർക്ക് പ്രഷർ അവർക്കുള്ളതായിട്ട് കാണുന്നു. ഒരുപാട് ബേർഡൻ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് സ്ട്രെസ് ഒരുപാട് ഉണ്ടെന്നാണ് കാണുന്നത്. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഈ സ്ട്രെസ്സും ഈ ഒരു ബേർഡൻ ആ ഒരു ഫീലിങ്ങും കാരണം നിങ്ങൾക്ക് നേരെ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ചിന്ത അത് നേരെയാക്കാതെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആകില്ല. അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, അത് ശരിയാണ്. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ ഓവർ തിങ്കിങ് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കാരണം നിങ്ങൾക്ക് പലർക്കും ആങ്സൈറ്റി, ഡിപ്രഷൻ, മെന്റൽ സ്ട്രെസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് രാത്രി ഉറക്കം ഇല്ലാത്തതും. അതുപോലെ ചില ആൾക്കാർക്ക് തലവേദന, അതുപോലെ ഹോർമോണൽ ഇംബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അതുപോലെ ചില ആൾക്കാർ ഈ ഒരു സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലഹരികളൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് മാറാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മുടെ സ്ട്രെസ് അധികമാകുമ്പോൾ അത് നമുക്ക് ഒരുപാട് അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലഹരിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന ചില ആൾക്കാരെ കാണുന്നുണ്ട്. അവരും ഇതുപോലുള്ള പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതിലൊക്കെ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്ക് മുൻപ് പറഞ്ഞ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. എപ്പോഴും ബിസി ആയിരിക്കുക. അപ്പോഴും നിങ്ങൾക്കുണ്ടായ വിഷമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ ചുറ്റും പോസിറ്റീവ് എനർജി നിറഞ്ഞ് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്സും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങളുടെ അമിതമായിട്ടുള്ള ആ ഒരു ചിന്തകളൊക്കെ കുറയ്ക്കുക. ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ കുറയ്ക്കുമ്പോഴും ഈ ഒരു ചിന്തകളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ഡിവൈൻ എനർജി അറിയാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.